പിന്നെ അരുവാപ്പലം പഞ്ചായത്ത് 2-ാം വാർഡിന്റെ കുമ്മണ്ണൂർ എന്ന സ്ഥലത്തിലെ ആൾക്കാരും എല്ലാം കൂടെയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആനയുടെ ശല്യം കൊണ്ട് ഞങ്ങൾ കുമ്മണ്ണൂർ നിവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. രാത്രി കാലങ്ങളിൽ ആർക്കും പിന്നെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഫോറസ്റ്റ് അധികാരികൾ നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ളവര് നൈറ്റ് പെട്രോളിംഗ് പോലും ഇല്ലെന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത്യാവശ്യമായിട്ടും അവർ നൈറ്റ് പെട്രോളിംഗിൽ നടത്തപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുന്നു. പിന്നെ ആർക്കും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ ഫോറസ്റ്റുകാരെ രാത്രി തന്നെ അടുത്തുള്ളവർ വിളിച്ചു പറഞ്ഞാൽ പോലും അവരെ ഇറങ്ങി നോക്കുന്നില്ലെന്നുള്ള പരാതിയും വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ കാടുകൾ തെളിക്കുന്നില്ല. നമ്മൾ ഫോറസ്റ്റിൽ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ വാച്ചർമാരായിട്ട് എടുക്കുന്നു. നേരത്തെ ഉള്ള കാലങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ആൾക്കാരെ എടുത്തോണ്ട് കാട് തെളിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളുകൊണ്ട് ആ നടപടി വരുന്നുമില്ല. വെളിയിൽ നിന്നും ആൾക്കാരെ കൊണ്ട് അവര് നമ്മളെ ഇതുപോലല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാട് തെളിയിച്ച് കളയുക. അപ്പൊ അതിനെല്ലാം ഒരു തീരുമാനമെടുക്കണം. അതിനു വേണ്ടിയായിട്ട് DFOയെ കാണാൻ ഞങ്ങൾ വന്നതാണ്. DFO സ്ഥലത്തില്ലാത്തതുകൊണ്ട് സാറിന് ഒരു പരാതി കൊടുത്തിട്ട് പോകുന്നു. ആ പരാതിക്ക് ഒരു 10 ദിവസത്തിനകം ഞങ്ങൾക്ക് തീരുമാനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ നടപടിയിലോട്ട് കാര്യങ്ങൾ നീക്കപ്പെടും. ഇത് കുമ്മണ്ണൂർ അരുവാപ്പലം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ പെടുന്ന വനമേഖലയോട് ഏറ്റവും അടുത്ത പ്രദേശത്തെ ഏതാനും ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, ഈ സമരത്തിൽ എത്തിയിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. നമ്മുടെ വനമേഖലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കുമ്മണ്ണൂർ മേഖല. വനത്തിനോട് ഏതാനും മീറ്ററുകൾ മാത്രമാണ് നമ്മൾ അതിലുള്ളത്. ജനവാസ മേഖലയാണ്. നിരന്തരമായി വന്യമൃഗങ്ങളുടെ മുമ്പേ ഇവിടെ സൂചിപ്പിച്ച പോലെ കുരങ്ങ്, മയില അടക്കമുള്ള പന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമായി ഉണ്ട്. അത് നമ്മുടെ കാർഷിക വിളകൾ, ഒരു തേങ്ങ, ആ മേഖലയിലുള്ള ആളുകൾ ഒരു തേങ്ങ വിരിച്ചിട്ട് അരച്ചിട്ട് കാലങ്ങളായി. ഇപ്പൊ കൂടാതെ തന്നെ ആ വിഷയങ്ങൾ കൂടാതെ തന്നെ ഇപ്പോൾ ആനയുടെ ശല്യം അതിഭീകരമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരാളുകൾക്കും കിടന്ന് സ്വൈര്യത്തോടെ ഉറങ്ങാൻ കഴിയില്ല. എല്ലാ ആളുകളുടെയും വീടിന്റെ മുറ്റത്ത് വന്ന് ഈ ആന നിരന്തര ശല്യമാണ്. വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കുമ്മണ്ണൂർ ജനങ്ങളുടെ ഒരു ചെറിയൊരു പരിച്ഛേദം മാത്രമാണ് എടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കേവലം ഇന്ന് ഇവിടെ എത്തി DFOയ്ക്ക് ഒരു നിവേദനം കൊടുക്കാൻ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കുമ്മണ്ണൂരിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ നാട് നീളെ ഇപ്പൊ നമ്മൾ ദിനം പ്രതി ആനകളുടെ മരണമാണ് ആനകൾ നിരവധി ആളുകളെ ഇപ്പോൾ വയനാടടക്കം ഇടുക്കി അടക്കമുള്ള എല്ലാ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും വനമേഖലയിലും ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടുക, സൗരോർജ്ജ വേലി സ്ഥാപിക്കുക. ഈ ആനശല്യത്തിന് ഞങ്ങൾക്ക് അടിയന്തരമായി ഇവിടെ പരിഹാരം ഉണ്ടാക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. അതിന് ഞങ്ങൾ ഒരു രാഷ്ട്രീയമില്ല. അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ ഇവിടെ ഈ തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ പടിക്കലേക്ക് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രൂക്ഷമായ വന്യമൃഗ ശല്യമാണ് നമ്മുടെ കുമ്മണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിലുടനീളം ഇങ്ങനെ വന്യമൃഗ ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു സാഹചര്യമാണ്. അവിടെയെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സർക്കാർ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന ആവശ്യമായിട്ടാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കുമ്മണ്ണൂർ. അവിടെ നിരന്തരമായി ഇത്തരത്തിൽ ശല്യം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ ഒന്നും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അതിനെതിരായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നവരെ ഇത്തരത്തിൽ ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയത്തിന് അതീതമായ ചില സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. തന്നെയല്ല, ആ പ്രദേശത്തെ സംബന്ധിച്ച് കുമ്മണ്ണൂർ മാത്രമല്ല, ഐരവണും ആനകുത്തിയും കോന്നിയുടെ വിവിധ പ്രദേശങ്ങളിൽ ആനയും കുരങ്ങും പന്നിയും മയിലും ഇങ്ങനെ വേണ്ട ഒരു തരത്തിലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ആ മെഡിക്കൽ കോളേജിന്റെ പ്രദേശങ്ങൾ എല്ലാ സ്ഥലത്തും രൂക്ഷമായ ശല്യമാണ് വന്യമൃഗങ്ങളിൽ നേരിടുന്നത്. ഇപ്പോൾ സത്യത്തിൽ സർക്കാർ ജനങ്ങളെക്കാൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന മൃഗങ്ങൾക്കാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം മാറണം. ഒരുപാട് ഫണ്ടുകൾ
പല വിധമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയുന്ന സാഹചര്യം. അതൊന്നും കൃത്യമായി വിനിയോഗിക്കാതെ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി AC വണ്ടിയും വലിയ കെട്ടിടങ്ങളും പണിത് അവർക്ക് സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. അതിന് മാറ്റം വരണം. ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരുമിച്ചിരിക്കും.